സല്യൂട്ട് സ്നേഹിതരെ. ഏതെങ്കിലും മൃഗങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കുഞ്ഞ് മൃഗത്തിനെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അറിവുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മനുഷ്യർ മാത്രമാണ് തങ്ങളുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത്. അത് കേരളത്തിലും ഭാരതത്തിലും മാത്രമല്ല, ലോകത്ത് എവിടെയുമുള്ള മനുഷ്യർ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാറുണ്ട്. കേരളത്തിൽ ഇതിന് പ്രശസ്തി കിട്ടിയത് ഏകദേശം 1900-ന്റെ നടുക്ക് വെച്ചിട്ടാണ്. അതിനു മുമ്പും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കണം. പലരും അത് പുറത്ത് പറയാറില്ലായിരുന്നിരിക്കണം, നാണക്കേട് ഭയന്നും പിന്നെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നറിയാൻ പാടില്ലാത്തത് കൊണ്ടും കുട്ടികൾക്ക് അത് പറയാനുള്ള അറിവോ വിവരമോ ഇല്ലാത്തത് കൊണ്ടും ഭയം കൊണ്ടും ഒക്കെ ആയിരിക്കാം അത് നടന്നിരിക്കുക. 1995 ഒക്കെ അടുപ്പിച്ചായപ്പോഴേക്കും പല പല സംഭവങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാൻ തുടങ്ങി. സെക്സ് റാക്കറ്റുകൾ എന്നാണ് ഇതിനെ നമ്മൾ അറിയുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പലർക്കായി കാഴ്ചവെച്ച് ഒരു കച്ചവട വസ്തുവായി മാറ്റിക്കൊണ്ട് അതിനെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സെക്സ് ട്രാഫിക്കിംഗ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുക. ഒരു വാണിജ്യം, ഒരു വിപണനം എന്ന രീതിയിലാണ് അതിനെ മലയാളത്തിൽ പറയുക. നമ്മൾ കേട്ടിട്ടുള്ള പല പ്രമുഖ കേസുകളും ഉണ്ടല്ലോ. സൂര്യനെല്ലി കേസിൽ നിന്ന് തുടക്കം, അതെനിക്ക് തോന്നുന്നു 1995 തോന്നുന്നു. അതിനുശേഷം പിന്നെ വിദൂര കേസ്, പിന്നെ വരാപ്പുഴ സ്ത്രീപീഡന കേസ്, കിളിരൂർ കവിയൂർ കേസുകൾ. കുട്ടികളെ ഉപയോഗിച്ചായിരുന്നു സെക്സ് ട്രാഫിക്കിംഗ് നടത്തിയിരുന്നത്. പിന്നീട് ഒരു വലിയ ഒരു കേസ്, അതായത് ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു വലിയ കേസും കൂടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് പറവൂർ കേസാണ്. നിർഭാഗ്യവശാൽ ഈ പെൺകുട്ടികളുടെ പേര് പറയാനാവില്ല. അവര് ധീരയാണ്, നിർഭയരാണ്, ധൈര്യമുള്ളവരാണ്, പ്രതികരിക്കാൻ തയ്യാറായവരാണ്. അവർക്കുണ്ടായ ദുരനുഭവം പങ്കുവെക്കാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നവരാണ്, കേസെടുപ്പിച്ചവരാണ്, പോലീസുമായി സഹകരിച്ച കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്യിച്ചവരാണ്. പക്ഷെ എന്നാലും അവരുടെ പേര് വിവരം പുറത്ത് പറയാൻ സാധ്യമല്ല. അവരുടെ പടവും ചിത്രവും ഒന്നും കാണിക്കാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ കുറ്റമാണ്. അവരുടെ സ്വകാര്യതയെ നമ്മൾ മാനിക്കണം. അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ കേസുകളെല്ലാം അറിയപ്പെടുന്നത്. സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേസുകളാണിത്. സൂര്യനെല്ലി കേസിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഈ കുട്ടിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്നോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുമില്ല. അന്വേഷണ സംഘത്തിൻ്റെ അംഗമായിട്ടുമില്ല ഞാൻ. എന്നാൽ 1996-97 കാലഘട്ടത്തിൽ ഞാൻ പത്തനംതിട്ട SP ആയിരുന്നപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കണം എന്ന് സർക്കാർ എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു. അദ്ദേഹം നിരപരാധിയാണ് എന്ന് പിന്നീട് കോടതി തെളിഞ്ഞ് സുപ്രീം കോടതി വരെ പോയി വിട്ട കേസാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. ശ്രീ PJ കുര്യൻ സാറായിരുന്നു അത്. അദ്ദേഹം ആ സമയം MP ആയിരുന്നു, രാജ്യസഭാ അംഗമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഏതോ ഒരു വേറെ പേരിൽ ഈ കുട്ടിയുടെ അടുത്ത് പോയി എന്നുള്ള രീതിയിൽ ആദ്യം കഥകൾ പടർന്നു. പിന്നീട് ഈ കുട്ടി തന്നെ TV ചാനലുകളിലും പത്രമാധ്യമങ്ങളുടെ മുന്നിലും വന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ എന്നാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഈ കുട്ടി തന്നെ ഒരു ഡേറ്റ് പറഞ്ഞു. ഈ ഒരു മാസം ഈ തീയതി ഇത്ര സമയം വെച്ചിട്ട് കുമളി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം വന്നത്. ഒരാൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരികയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വേഷം ഇതായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ മുഖം ഇതായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പിന്നീട് പത്രത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള മട്ടിലാണ് ഈ കുട്ടി സംസാരിച്ചിരുന്നത്. ആ ദിവസം അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാരേഖകൾ പ്രകാരം അദ്ദേഹം തിരുവല്ലയിലായിരുന്നു ആ ദിവസം കാലത്ത് മുഴുവനും. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് പോവുകയും അവിടെ നിന്ന് ഡൽഹിക്ക് പോവുകയും ഒക്കെ ചെയ്ത ഒരു യാത്രാ ഡയറിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ PAയും ഓഫീസിലുള്ള സ്റ്റാഫും ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് തിരുവല്ലയിൽ വന്ന ശേഷം അവിടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങി. അവിടെ ഇത്ര സമയമായപ്പോഴേക്കും പല വീടുകളിൽ അദ്ദേഹം സന്ദർശനത്തിന് പോയി. തിരിച്ച് തിരുവല്ലയിൽ തന്നെ വന്നു എന്നും ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം വൈകിട്ട് എത്രയോ മണിയായിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് പോയി എന്നും. അപ്പോൾ ഞങ്ങളെല്ലാം വെരിഫൈ ചെയ്തപ്പോൾ ഇടയ്ക്കുള്ള കുറച്ച് സമയം അദ്ദേഹം എവിടെ പോയി എന്നുള്ളതിന് തെളിവില്ലാത്തത് കൊണ്ട് അതാണ് അദ്ദേഹം കുമളി വരെ പോയി പീഡിപ്പിച്ചിട്ട് തിരിച്ചു വന്ന സമയം എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ടും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ കഥകൾ പടർന്നിരുന്നു ആ സമയം.
അപ്പം അതുകൊണ്ട് അത് വെരിഫൈ ചെയ്യാനാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. അപ്പം ഞാൻ തിരുവല്ല ഗസ്റ്റ് ഹൗസിൽ പോയി അവിടുത്തെ രേഖകൾ പരിശോധിച്ചു, അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഡയറി എടുത്തു, അത് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ, അതായത് സംസ്ഥാന സർക്കാർ നൽകിയ MP-യുടെ വാഹനവും ഔദ്യോഗികമായിട്ടുള്ള വാഹനവും ഉപയോഗിക്കാതെ സ്വകാര്യ ഒരു വാഹനത്തിൽ കയറിപ്പോയി എന്നുള്ള ഒരു പത്രവാർത്ത അത് സത്യമായിരുന്നു. അദ്ദേഹം അത് കുറച്ച് സമയത്തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, 1 മണിക്കൂറത്തേക്ക്. തിരുവല്ല PWD റെസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്ത ശേഷം ഒരു സുഹൃത്തിൻ്റെ വാഹനത്തിൽ കയറി അദ്ദേഹം എങ്ങോട്ടോ പോയി. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ കയറിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് യാത്രയായത് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മരണ വീട്ടിൽ പോകേണ്ടതുണ്ടായിരുന്നു ചെങ്ങന്നൂര്, പിന്നെ അതിനുശേഷം വേറെ 2-3 വീടുകളിലും കൂടെ സുഹൃത്തുക്കളുടെ വീടുകളിലുമൊക്കെ കയറി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അത് ശരിയാണ്, എൻ്റെ വാഹനത്തിലാണ് പോയത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. മരണ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞു ശരിയാണ്, അദ്ദേഹം ഞങ്ങളെ അന്വേഷിച്ച് വന്നിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവരെല്ലാവരും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ആ മൊഴികളൊന്നും വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തത് ആ 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന് തിരുവല്ലയിൽ നിന്ന് കുമളി വരെ പോയി ഗസ്റ്റ് ഹൗസിലെത്തി അവിടെ നിന്ന് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ശേഷം തിരിച്ച് വരാൻ പറ്റുമോ എന്ന രീതിയിലായിരുന്നു എൻ്റെ അന്വേഷണം. ഞാൻ വാഹനവും എടുത്തുകൊണ്ട് ഏറ്റവും നല്ല സ്പീഡിൽ ഒരു സമയത്ത് തിരുവല്ല ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരിച്ച് കുമളി വരെ പോയിട്ട് അവിടെ ചെന്ന ഒരു 5-10 മിനിറ്റെങ്കിലും വേണമല്ലോ. അവിടെ നിന്ന ശേഷം എത്രയും പെട്ടെന്ന് തിരിച്ചു വരാനായിട്ടും അത്രയും സമയമല്ല, അതിൻ്റെ ഇരട്ടിയിലധികം സമയമെടുക്കും. തിരുവല്ലയിൽ നിന്ന് കോട്ടയം പോയി, പിന്നെ കുമളി പോയി, അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ പോയി, അവിടുന്ന് തിരിച്ചു വരാനായിട്ട് തീർച്ചയായിട്ടും 2.5-3 മണിക്കൂറോളം എടുക്കും. അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് പോയിട്ടില്ല, ഈ ഒരു ദിവസവും പോയിട്ടില്ല. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ ഡേറ്റ് ഒന്നുകിൽ തെറ്റല്ലെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് നിരപരാധിയാണ് എന്നുള്ള മട്ടിൽ ഞാൻ ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുകയും അത് പിന്നീട് കുറച്ച് വിവാദമൊക്കെ ആക്കുകയും ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. വിതുര കേസ് എന്ന് പറയുന്നത് ഒരുപാട് VIPs ഇടപെട്ട കേസാണ്. ഈ സൂര്യനെല്ലി കേസിൽ ഏകദേശം 40ഓളം പ്രതികളുണ്ട്. വിതുര കേസിൽ 30-35ഓളം പ്രതികളുണ്ട്. എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ഒരു പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ 20 വയസ്സായ പെൺകുട്ടിയും കൂടെ പിടിച്ചപ്പോൾ ആണ് ഈ കുട്ടി പറയുന്നത് ഞാൻ ഇവിടെ തടങ്കലിലാണ്, എന്നെ 17 വയസ്സ് തൊട്ട് ഇവരിങ്ങനെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയാണെന്ന്. അങ്ങനെയാണ് ഈ വിതുര സംഭവം പൊങ്ങി വരുന്നത്. പിന്നീട് 2011 തന്നെ വലിയൊരു വിവാദമുണ്ടായി. ഇലക്ഷന് മുമ്പായിട്ട് വിതുര കേസിൽ ഈ കുട്ടി പറഞ്ഞ പലരെയും ഇൻവോൾവ് ചെയ്തിട്ടില്ല. പോലീസ് അതിനകത്ത് എന്തൊക്കെയോ കുതന്ത്രങ്ങൾ കാണിച്ചു, ഏതോ പോലീസ് ഓഫീസർ പൈസ വാങ്ങിച്ചു, കുറെ പ്രതികളെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷൻ ഒത്തു കളിച്ചിട്ടാണ്, അതിനകത്ത് കൈക്കൂലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ അലിഗേഷൻസ് ഉണ്ടായപ്പോൾ ആ സമയം ഈ കുട്ടി താമസിച്ചിരുന്നത് കോതമംഗലം അടുത്ത ഒരു സ്ഥലത്തായിരുന്നു. എന്നോട് പറഞ്ഞു അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കണം എന്ന് വീണ്ടും സർക്കാർ ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നപ്പോൾ ഞാൻ പോയി ഈ പെൺകുട്ടിയെ കണ്ടിരുന്നു. അന്ന് ഈ കുട്ടിയും കുട്ടിയുടെ അമ്മയും ഭർത്താവും മൂത്ത ഒരു കുഞ്ഞും രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് തീരെ കുഞ്ഞ് കുട്ടിയാണ്. അങ്ങനെയുള്ള നിൽക്കുന്ന സമയമാണ്. അതിന് എൻ്റെ മുന്നിൽ വരാൻ പോലും മടിയായിരുന്നു. വേണ്ട വരണ്ട വരണ്ട പോ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് കയറണ്ട എന്നുള്ള മട്ടിൽ അത് അകത്ത് കയറി കഥ കടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അമ്മയും തൊഴുതുകൊണ്ട് പറഞ്ഞ് പത്രക്കാരുടെ ശല്യം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മാഡം, ഞങ്ങൾ ആർക്കും പരാതി കൊടുത്തിട്ടില്ല, ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, ഇതെന്തോ ഇലക്ഷൻ വരാൻ പോകുന്നത് കൊണ്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എനിക്ക് കുട്ടിയെ കണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമായിരുന്നു, കാരണം സർക്കാർ തന്ന നിർദ്ദേശം അതായിരുന്നു. അപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എന്നാലും അത് വെളിയിൽ വന്ന് പാവമ്മേനെ ഞാൻ കണ്ടു. അപ്പോൾ ആ സമയം അതിന് നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് വന്ന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, അത് എന്നോട് പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല മുന്നോട്ട് പോകാൻ, ഇത്രയൊക്കെ ചെയ്തത് മതി, ഇനി കൂടുതൽ എനിക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിയുടെ ഭർത്താവ് എന്നോട് വളരെ പ്ലസൻ്റ് ആയിട്ട് സംസാരിച്ചു. ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മതം മാറി പോട്ട ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി, മനഃശാന്തിക്ക് വേണ്ടിയിട്ട്. കാരണം ഇതുപോലെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെങ്കിലും രീതിയിലൂടെ ഒരു മനഃശാന്തിക്കായിട്ട് അവർ ശ്രമിക്കും. ഈ കുട്ടി പോട്ട ധ്യാന കേന്ദ്രത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ തന്നെ വന്നിരുന്ന വേറൊരു വ്യക്തി, ഒരു പുരുഷൻ ഇതിനെ കണ്ട് ഇഷ്ടപ്പെടുകയും ഇതുമായിട്ട് കല്യാണം ആലോചിക്കുകയും ചെയ്തപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അയ്യോ എന്നെ കല്യാണം കഴിക്കട്ടെ, ഞാൻ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയാണ്, എന്നെ ഒരുപാട് പേര് ചേർന്ന് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് കുറച്ചും കൂടെ സ്നേഹമായി. അപ്പോൾ അയാൾക്ക് കുറച്ചും കൂടെ വാത്സല്യം തോന്നി. അങ്ങനെ അയാൾ തന്നെ ഈ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അത് വളരെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിനൊരു നല്ല ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ നല്ല വീട് വെച്ചു, അയാൾ ഗൾഫിൽ ജോലി കിട്ടി, വളരെ സന്തോഷമായിട്ട് കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് വീണ്ടും ഇതുപോലെ പൊളിറ്റിക്കൽ ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പൊക്കിക്കൊണ്ട് വരികയും ഇതിനകത്ത് ഇന്ന ആൾക്കാർ ഇൻവോൾവ് ആണ്, ഇന്ന രാഷ്ട്രീയക്കാർ ഇൻവോൾവ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്ന് പറയുകയൊക്കെ ചെയ്തത്.
അപ്പോൾ അതിൻ്റെ പേരിലും ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. സൂര്യനെല്ലി കേസിനകത്ത്, വിതുര കേസിലും വരാപ്പുഴ കേസിലും ഒക്കെ ഹൈക്കോടതി ഈ ബാക്കിയുള്ള താഴെയുള്ള കോടതികളും ഒക്കെ എല്ലാ പ്രതികളെയും, ഒന്നാം പ്രതി ഒഴികെയുള്ളവരെയൊക്കെ വെറുതെ വിടുകയാണോ ചെയ്തത്, തെളിവുകളില്ല എന്നുള്ളതിൻ്റെ പേരിൽ. പക്ഷേ അത് കുറേ നാൾ നമ്മളിങ്ങനെ ആഘോഷിച്ചു, അതിനെക്കുറിച്ച് കഥകൾ പറഞ്ഞു, അങ്ങനെ ഇയാൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, മറ്റേയാൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ഇന്ന സിനിമാ താരം അതിനകത്ത് ഇൻവോൾവ് ആണ്, ഇന്ന കസ്റ്റംസ് കമ്മീഷണർ ഇൻവോൾവ് ആണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല പല കഥകളും നമ്മളിങ്ങനെ കേൾക്കുകയും ആകാംക്ഷാപൂർവ്വം വളരെ വളരെ താല്പര്യത്തോടു കൂടി ജനങ്ങൾ പത്രവും ടി വിയും ഒക്കെ അത് ആ സമയം ഇങ്ങനെ കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഒക്കെ മുഴുവൻ വാർത്ത ഇങ്ങനെ അബ്സോർബ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. എറണാകുളം റേഞ്ചിൽ DIG ആയിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് കിളിരൂർ കേസ് ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് ഞാനൊരു എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2011 ഞാൻ IG എറണാകുളം റേഞ്ചായിട്ടിരിക്കുമ്പോഴാണ് വേറൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവവും നടക്കുന്നത്. അന്ന് കേരളത്തിലെ വിരലിലെണ്ണാൻ പറ്റുന്നത്ര വനിതാ IPS ഉദ്യോഗസ്ഥരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 2 പേർ എൻ്റെ കൂടെ റേഞ്ചിലുണ്ടായിരുന്നു. അതിലൊരു ഓഫീസർ വളരെ മിടുക്കിയായിട്ടുള്ള ഹർഷിത അറ്റല്ലൂരിയായിരുന്നു. എറണാകുളം റൂറൽ ജില്ലയുടെ ആലുവയുടെ SP ആയിട്ട് ജോലി ചെയ്തിരുന്നു. മറ്റേ ഒരു അതുപോലെ മിടുക്കിയായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ നിശാന്തിനി തൊടുപുഴ ASP ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് വനിതകളായിട്ട് ആ ഒരു റേഞ്ചിൽ, സെൻട്രൽ റേഞ്ചിൽ, എറണാകുളം റേഞ്ചിൽ ആ സമയം ഉണ്ടായിരുന്നു 2011-12 കാലയളവിൽ. 2011 ജൂൺ മാസം ഹർഷിത എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പറവൂരാണ് ഒരു കുട്ടിയെ ഇങ്ങനെ ഇതുപോലെ പീഡിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ മാഡം ഒന്ന് ഇതിനെപ്പറ്റി ഒന്ന് സീരിയസ് ആയിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യെസ് സീരിയസ് ആയിട്ടുള്ള അന്വേഷണം തന്നെ അതിന് കൊടുക്കണം. കാരണം ഈ കുട്ടിക്ക് 15 വയസ്സേ ഉള്ളൂ, ആ സമയം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ, 15 വയസ്സ് കഷ്ടിച്ചായിട്ടേ ഉള്ളൂ, ഒരു വർഷത്തിന് മേലായിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പോലീസ് അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പീഡനം സഹിക്കാൻ വയ്യാതെ പലയിടത്തും നേരത്തെ ഓടിയിട്ടുണ്ട്, പക്ഷെ അവനൊന്നും രക്ഷിച്ചിട്ടില്ല. അവസാനം ഈ കുട്ടിയുടെ ഒരു ബന്ധുവിൻ്റെ, ഒരു സ്ത്രീയുടെ വീട്ടിൽ ഇത് ഓടിക്കയറി ചെന്ന് അവരുടെ അടുത്ത് കാലി വീണ് കരഞ്ഞു പറഞ്ഞപ്പോൾ അവരാണ് പോലീസിനെ വിളിച്ച് അറിയിച്ചത്. ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ഈ കുട്ടിയുടെ ഒരു താത്തയായിട്ടോ ആൻറ്റി ആയിട്ടോ മറ്റോ വരുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. അപ്പോൾ ഇവർ ഇത് കേട്ട് ഞെട്ടി ഇവർ പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കുകയും നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പറവൂർ കേസിലെ പെൺകുട്ടി എന്ന് പറയുന്നത്, ഞാൻ അതിനെ ഡോളി എന്ന ഒരു ഓമന പേര് തൽക്കാലം അവതരിപ്പിക്കാം നിങ്ങളുടെ മുന്നിൽ. കാരണം അതിനെ വിളിക്കുന്നത് അങ്ങനെയല്ല, അതിൻ്റെ ശരിക്കുള്ള പേരും അതല്ല. ഒരു ഓമന പേര്, ഒരു ചെല്ലപ്പേരുണ്ട്, ഞാൻ ആ പേരാണ് ആ കുട്ടിയെ വിളിക്കുന്നത്. പക്ഷെ അതും ഇപ്പം പറയുക പറ്റില്ല, നിർവാഹമില്ല. ഡോളി വളരെ ഒരു പാവ കുട്ടിയെ പോലെ ഇരിക്കുന്ന, ഡോള് പോലെ ഇരിക്കുന്ന. അതിനെ ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ ബാർബി ഡോൾ എന്നൊക്കെ പറയുന്നില്ല, അതിൻ്റെ ഒരു ലുക്കാണ് അതിന്. നല്ല ഒരു വട്ടത്തിലൊരു ഇന്നസെൻ്റ് ഒരു മുഖം, തുടുത്ത കവിളും, നല്ല തുടുത്ത ചുണ്ട്, പിങ്ക് കളറിലുള്ള ഒരു ചുണ്ട്, നല്ല നീണ്ട കിടക്കുന്ന മുടിയും, വളരെ തീരെ മെലിഞ്ഞ് കൊച്ചൊരു നല്ല സുന്ദരിയായിട്ടുള്ളൊരു കുട്ടി. അപ്പോൾ ഇതുപോലൊരു ഓമനത്വമുള്ള ഒരു സുന്ദരിയായിട്ടുള്ള ഒരു 15 വയസ്സ് വരെ, അപ്പോൾ ആ സമയം 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ മനുഷ്യർക്ക് തോന്നുന്നു ഉപദ്രവിക്കാനെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ സംശയം തോന്നും. ആ സമയം അതിന് നല്ല പനി ഉണ്ടായിരുന്നു, വിറയ്ക്കുന്നുണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റാതെ നല്ല പനിയുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ അതിന് മെഡിസിൻ കൊടുക്കണം, ട്രീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, ഇപ്പോൾ ലേഡി ഡോക്ടർ ഈ കുട്ടിയെ പരിശോധിച്ച ശേഷം മുഖം പൊത്തി ഇന്ന് കരയുന്നു. പ്രായം കുറഞ്ഞ ഒരു ലേഡി ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. കുറച്ചൊക്കെ സമാധാനം വന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട്, പൊന്നു മാഡം സഹിക്കാൻ പറ്റുന്നില്ല, ഈ കുഞ്ഞിൻ്റെ ആ സ്ഥലം മുഴുവൻ, അതിൻ്റെ ലൈംഗിക അവയവം കംപ്ലീറ്റ് ഇൻഫെക്റ്റഡ് ആണ്, അത് പഴുത്ത് അവിടെ മുഴുവൻ ജെനിറ്റൽ വാട്ട് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം അതിൻ്റെ ഇൻഫെക്ഷൻ അടിച്ചിട്ടാണ് ഈ കുട്ടിക്ക് ഈ അസുഖവും വെച്ചോണ്ട് ഈ കുഞ്ഞിനെ ഒരു 5-6 മാസമായിട്ട് ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് അതിൻ്റെ പുറത്തൂടെ കടുത്ത വേദനയും ഒക്കെ അനുഭവിച്ചിട്ട് ഈ കുഞ്ഞിന് ഭയങ്കര സീരിയസ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നല്ല ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്നത് അത് കേട്ട് ഞാനും ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്കതിനെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. അതിങ്ങനെ ക്ഷീണിച്ച് തളർന്ന്, എന്നാലും പാവയെ പോലുള്ള മുഖമൊക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചു പോയി, വാരി എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ എല്ലാം ശരിയാക്കാം കേട്ടോ എന്ന്. അപ്പോൾ എൻ്റെ കൂടെ വേറെ പോലീസ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഹർഷിത വളരെ നല്ല കെയർ എടുത്തു ഈ കുഞ്ഞിനെ നോക്കാനായിട്ട്. അവസാനം ഈ കുഞ്ഞിനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വളരെ രഹസ്യമായിട്ട് ചെയ്യണമല്ലോ, ആളുകളാരും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ കേസ് എടുത്തു കഴിഞ്ഞ് പതുക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്താ സംഭവം എന്നുള്ളത്. ഡോളി രക്ഷപ്പെട്ട് ഓടിപ്പോയി അതിൻ്റെ താത്തയോടാണല്ലോ വിവരം പറഞ്ഞത്. അപ്പോൾ ആ സ്ത്രീയോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു വിധത്തിലൊരു ഐഡിയ കിട്ടി എന്താ സംഭവിച്ചതെന്ന്. ഈ കുട്ടിക്ക് 13 വയസ്സ് പ്രായമായപ്പോൾ
അതിൻ്റെ പിതാവ് അച്ഛൻ സുധീർ എന്ന് പറയുന്ന ഒരാള് ഈ കുട്ടിയെ ലൈംഗികമായിട്ട് ആദ്യം ഉപയോഗിച്ചു. പേടിപ്പിച്ചുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും അടിച്ചുകൊണ്ടും അതുപോലെ ഭയങ്കരമായിട്ട് അതിനെ ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടുമൊക്കെയായിരുന്നു ആദ്യത്തെ ഉപയോഗം നടത്തിയത്. നിന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പോവുകയാണ് എന്നാണ്. ഇത് സുധീർ എന്ന് പറയുന്ന ആൾക്ക് ചെറിയ ഒരു കച്ചവടമാണുള്ളത്. അത് പലചരക്ക് കച്ചവടവും പച്ചക്കറി കച്ചവടവും ഒക്കെയാണ്. അതോടൊപ്പം സിനിമയുടെ പോസ്റ്ററുകൾ ഇങ്ങനെ പതിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ കുറേ വിതരണക്കാരുമായിട്ട് ബന്ധമുണ്ട്. അവസാനം 2-3 സിനിമയിൽ അയാൾ ഗുണ്ടകളുടെ ഒരു സൈഡ് റോള് ചെയ്തു. അയാളെ കണ്ടാൽ ഇങ്ങനെ ഗുണ്ടയെ പോലെ ഇരിക്കും, ഒരു മുഖവും സൈസും അപ്പിയറൻസും ഒക്കെ കണ്ടാൽ ശരിക്കും ഒരു ടിപ്പിക്കൽ ഗുണ്ട ലുക്കാണ്. അപ്പം അങ്ങനെ സിനിമാ ഫീൽഡിൽ കയറിയ ശേഷം അയാൾക്ക് പല സിനിമ പ്രൊഡ്യൂസേഴ്സ്, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അങ്ങനെ പലരുമായിട്ട് ബന്ധമായി. അപ്പം അതിൻ്റെ പേരിൽ അയാൾ ഈ മോളെ സിനിമയിൽ അഭിനയിപ്പിച്ച അതിൽ നിന്ന് എനിക്ക് കാശ് ഒരുപാട് ഉണ്ടാക്കാം. അയാൾക്ക് സിനിമയിൽ എന്തായാലും ഭാവിയില്ല, കാരണം അയാൾക്ക് ചെറിയ ചെറിയ ഗുണ്ട റോളുകളും ഇതുപോലെ പോസ്റ്റർ ഒട്ടിക്കുന്ന ജോലിയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ മോൾ അതിസുന്ദരിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ നായികയാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഡിമാൻഡ് വരും. സിനിമയിൽ അഭിനയിപ്പിക്കാനായിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയാൽ നല്ല കാശ് കിട്ടുമല്ലോ, അതിന് പണക്കാരനായിട്ട് ജീവിക്കാമൊക്കെ എന്നുള്ള ധാരണയായിരുന്നു എന്ന് തോന്നുന്നു അയാൾക്ക്. അയാളുടെ മനസ്സിൽ കൂടി ഒരു ധാരണ ഉണ്ടായിരുന്നത് സിനിമയിലെ നായികയാക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും സിനിമയിലെ പലരുടെയും മുന്നിൽ ഈ കുട്ടിയെ കാഴ്ചവെക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു ഭാവി ഉണ്ട് എന്നുള്ള ചിന്തയിലാണ് ആദ്യമായിട്ട് കുഞ്ഞിൻ്റെ കന്യാകാത്വം ഇയാൾ തന്നെ എടുത്തത്. ചില ആൾക്കാരുടെ ഇടയിൽ അങ്ങനെയുണ്ട്, നേരത്തെയും കണ്ടിട്ടുണ്ട്. പെൺമക്കളുടെ മേലുള്ള ആദ്യത്തെ അവകാശം തനിക്കാണ് എന്ന് വാദിക്കുന്ന ബാപ്പാമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിയുടെ അമ്മ അതിന് നിശബ്ദമായിട്ട് നിൽക്കും. ചില സ്ത്രീകളുണ്ടല്ലോ, ഈ പുരുഷന്മാർക്ക് എല്ലാം അനുഭവിക്കാനും എല്ലാം ചെയ്യാനുമുള്ള അധികാരമുണ്ട്, അതൊക്കെ കണ്ട് മിണ്ടാതെ ഇരിക്കാനാണ് എൻ്റെ യോഗം, എൻ്റെ തലവിധി അതാണ്, ഞാനും മക്കളും പെൺകുട്ടിയാണെങ്കിൽ സഹിച്ചേ പറ്റൂ, അയാൾ ഒരു പുരുഷനല്ലേ, അയാൾക്ക് ഇല്ലേ വികാരങ്ങൾ എന്നുള്ള മട്ടിൽ ചിന്തിക്കുന്ന ചില സ്ത്രീകളും ഉണ്ട്. അവരാണ് ഏറ്റവും വലിയ വില്ലൻ. അച്ഛൻ കുട്ടിയെ ഉപദ്രവിക്കുന്നതിന് കൂട്ടുനിന്നു, ഒരിക്കലല്ല കുറേ പ്രാവശ്യം. അത് അമ്മയും കൂടെ ചേർന്ന് കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്, സാരമില്ല നീ സഹിക്കുക എന്നുള്ള മട്ടിൽ. ഇവരൊരു വളരെ മൈൽഡ് ഒരു സ്ത്രീയാണ്, പക്ഷെ എന്നാൽ ഇവരും കേസിൽ പ്രതിയായി. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ അച്ഛനെയും ഈ അമ്മയും അറസ്റ്റ് ചെയ്യുകയാണ്, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തുകയാണ്. ഈ കുട്ടിക്കൊരു അനിയനുണ്ട്, ഇതിനേക്കാളും ഒരു 3-4 വയസ്സ് കീഴിലുള്ള താഴെ പ്രായമുള്ള അനിയനുണ്ട്. ഈ അനിയനെയും ഇയാളിട്ട് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു, ലൈംഗികമായിട്ടല്ല, അടിയും തൊഴിയും ചവിട്ടും ഒക്കെ കൊടുക്കുമായിരുന്നു. ചില സമയങ്ങളിൽ ഈ കുട്ടി ഇയാൾ വിളിക്കുമ്പോൾ പോകാത്തപ്പോൾ, നീ വാടി നമുക്ക് ഒരിടത്ത് പോകാം, ഒരാളെ കാണിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാത്തപ്പോൾ അനിയനെ പിടിച്ച് ഫാനിൽ കെട്ടി തൂക്കിയിടും, തല കീഴായിട്ട് കാല് കെട്ടി തൂക്കി പൊക്കും. എന്നിട്ട് പറയും ഇവനെ ഞാൻ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കൊല്ലും, നല്ല അടി കൊടുക്കും, നീ മര്യാദയ്ക്ക് വാങ്ങുന്നു. അനിയനെ പീഡിപ്പിച്ചിട്ടാണ് ഇവളെ സമ്മതിപ്പിക്കുന്നത്. അപ്പം അനിയനെ ഉപദ്രവിക്കുന്നത് കാണാൻ ഈ കുട്ടിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ കുട്ടി പറയും ശരി പപ്പ പോവാന്ന് പറഞ്ഞ് ഈ കുട്ടി പോകും. അങ്ങനെ ഓട്ടോറിക്ഷക്കാരിൽ നിന്ന് തുടങ്ങി സിനിമാ പ്രവർത്തകരാണ്, സംവിധായകരാണ്, ലൈറ്റ്മെൻ ആണ്, അസോസിയേറ്റ്സ് ആണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ് എന്നൊക്കെ പറഞ്ഞ് പലരുടെ അടുത്ത് പറഞ്ഞ് വിശ്വസിക്കില്ല, ഏകദേശം ഒരു 14 മാസം കൊണ്ട് 234 പേരുടെ കൂട്ടത്തിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി പഠിക്കാൻ വേണ്ടി മിടുക്കി. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന ആഗ്രഹമുണ്ട്. സ്കൂളിൽ നല്ല പേരുള്ള കുഞ്ഞ്. ഇത് ചെയ്യുന്ന തെറ്റാണ് എന്ന് അതിനറിയാം. അച്ഛൻ ഈ കൊണ്ടുപോയി നടക്കുന്നത് സിനിമയിൽ അഭിനയിപ്പിക്കുന്നുള്ള, ഈ കുട്ടിക്ക് ആഗ്രഹമൊന്നുമില്ല, സിനിമയിൽ പോകണം എന്നുള്ള ആഗ്രഹമില്ല, അച്ഛന് കാശിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണെന്നുള്ളത് ഈ കുട്ടിക്ക് അറിയാം. ഇതിന് ഈ ആളുടെ കൂടെ പോകുന്നത് താല്പര്യമില്ല, ഭയങ്കര പെയിനാണ്. പക്ഷെ എന്നാലും ഈ കുട്ടി ഓരോ ആളുകളുടെ അടുത്ത് അച്ഛൻ കൊണ്ടുപോകുമ്പോഴും അവരോട് സംസാരിക്കും. ചേട്ടൻ്റെ പേരെന്താ, അങ്കിളിൻ്റെ പേരെന്താ, അങ്കിൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് അയാൾ പോയി കഴിഞ്ഞാൽ ഉടനെ ഈ കുട്ടി ഇതൊരു പുസ്തകത്തിനകത്ത് എഴുതി വയ്ക്കും. ഇന്നയാൾ ഏകദേശം ഇത്ര വയസ്സ്, കാണാൻ ഇതുപോലെ ഇരിക്കുന്നു, ഇന്ന ദിവസം എന്നുള്ള ഡീറ്റെയിൽസ് അത് എഴുതി അത് സൂക്ഷിക്കും. കാരണം അത് എപ്പോഴെങ്കിലും എനിക്ക് അവസരം കിട്ടിയാൽ ഇതെനിക്ക് പുറത്ത് കൊണ്ടുവരണം, പോലീസിനോട് പറയണം, ഇവരെ പിടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ഈ കുട്ടിക്കുണ്ടായിരുന്നു. അങ്ങനെ 234 പേരുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അപ്പം അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പലതും ഈ കുട്ടി കള്ളപ്പേരുകൾ പറയുന്ന ആൾക്കാരുണ്ടാവും, പലരെയും നമ്മൾ അറസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു 180 എത്രയോ പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തു. ബാക്കി കോയമ്പത്തൂര്, ഊട്ടിയിൽ, തമിഴന്മാരുടെയൊക്കെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്, പൊള്ളാച്ചി, അതുപോലെ തമിഴ്നാട്ടിലെ കർണാടക, ബാംഗ്ലൂർ കൊണ്ടുപോയിട്ടുണ്ട്, പഴനി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഈ അച്ഛൻ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പല സ്ഥലത്തുനിന്ന്. അപ്പം കുറേ കാശ് അയാൾ ഈ കുഞ്ഞിനെ വിറ്റുണ്ടാക്കി. 40,000 രൂപയൊക്കെയാണ് ഓരോ പ്രാവശ്യം ഈ കുട്ടിയെ ഒരു രാത്രിക്ക് വേണ്ടി ഇയാൾ വാങ്ങിയിരുന്നത്, 40,000 തൊട്ട് 50,000 രൂപ വരെ. അപ്പം തീരെ കുഞ്ഞാണ്, അവനെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ചില പുരുഷന്മാരുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ചിന്തയുണ്ട്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലൈംഗിക അസുഖങ്ങളുണ്ടെങ്കിൽ അത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടാൽ ആ അസുഖം മാറും.
അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നല്ല ഡിമാൻഡാണ് ഈ സെക്സ്. ഇതുപോലെ വളരെ വൃത്തികെട്ട സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഈ കുട്ടിയെ ഉപദ്രവിച്ചതിൽ പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, എക്സൈസ് ഓഫീസേഴ്സ് ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസേഴ്സ് ഉണ്ട്, സിനിമാ ഫീൽഡിലുള്ള പലരും ഉണ്ട്, ബിസിനസ്സുകാരുണ്ടായിരുന്നു. പല സ്ഥലത്ത് വെച്ച് പീഡനം നടത്തിയതിന്റെ 54 ക്രൈം കേസുകളുണ്ട്. ഈ 54 കേസുകളിലും ഈ കുട്ടിയുടെ അച്ഛനാണ് 1-ാം പ്രതി. ചില കേസുകളിൽ 7-8 കേസുകളിൽ അമ്മ 2-ാം പ്രതിയാണ്. പിന്നെ ബാക്കി എല്ലാവരുടെയും പേര് ഈ കുട്ടി നമുക്ക് പറയുന്നത് കൊണ്ട് നമുക്ക് പോയി അറസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റി. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ കുട്ടി തന്നെ എന്നോട് വന്ന് പറഞ്ഞു, ആൻറ്റി ഇയാളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാവോ, കാരണം ഇയാൾ വളരെ ദയുള്ള ഒരാളായിരുന്നു. ഇയാൾ എൻ്റെ അടുത്ത് വളരെ നല്ല രീതിയിൽ മോളെ എന്നൊക്കെ വിളിച്ചാണ് സംസാരിച്ചത്. കൂടാതെ വെളിയിലിറങ്ങി കുട്ടിയുടെ പിതാവിൻ്റെ അടുത്ത് ചോദിച്ചു, നീ കുട്ടി ആരാണ്, ഈ കുട്ടിയുടെ ആരാ, ഇതിനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ കുറേ നാളായിട്ട്, ആരാ ചോദിച്ചപ്പോൾ എൻ്റെ മോളാണിത്, ഞാൻ സ്വന്തം മോളാണോ സ്വന്തം തന്തയാണോ നീ ചോദിച്ചു. അയാൾ പറഞ്ഞു അത് എൻ്റെ സ്വന്തം മോളാണ് എന്ന് പറഞ്ഞപ്പം ഒറ്റ ഒരു അടി എൻ്റെ അച്ഛൻ്റെ കണ്ണക്കുറ്റി നോക്കി വെച്ച് ഒഴിച്ച് തെണ്ടി നാറി എന്നൊക്കെ പറഞ്ഞ് കുറേ തെറി വിളിച്ച്, നാണമില്ലേട്ടാ കൊണ്ടുപോയി അതിൻ്റെ ആശുപത്രിയിലാക്കുക എന്നൊക്കെ പറഞ്ഞ് മര്യാദയ്ക്ക് ചെയ്ത് പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ അയാളെ കുറേ അടിയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് ആ അങ്കിളിനെ എനിക്ക് ഇഷ്ടമാണ്, അങ്കിളിനെ ഒന്നും ചെയ്യണ്ട എന്ന് ആ കുട്ടി തന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഈ കുഞ്ഞ് തന്നെ ഇതെല്ലാം ഒബ്സർവ് ചെയ്ത് ഈ ഡോളിക്ക് ഇതെല്ലാം അറിയാവുന്ന ഒരു കുട്ടിയായിരുന്നു. ഇതിന്റെ അസുഖം മുഴുവൻ ഭേദമായ ശേഷം ഞാൻ അതിനെ കൊണ്ടുപോയി ഗേൾസ് ഹോം ഉണ്ട് കാക്കനാട്, അവിടെ കൊണ്ടുപോയി അതിന് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. 10-ാം ക്ലാസ്സിലെ പഠനം നിന്ന് പോയിരിക്കുകയാണ്, അതിനെന്നും യൂറിനറി ഇൻഫെക്ഷനാണ്, അതിന് മൂത്ര സംബന്ധമായ അസുഖം ഉണ്ടെന്നാണ് സ്കൂളിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് അച്ഛൻ അതിനെ വിളിച്ചുകൊണ്ട് പോകും സ്കൂളിൽ നിന്ന്. അങ്ങനെയാണ് ഒരു വർഷമായിട്ട്, അതായത് 2010 മെയ് മാസം തൊട്ട് 2011 ജൂൺ വരെയുള്ള സമയത്താണ് അതിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പഠനമൊക്കെ ഒരുമാതിരി നിന്നിരുന്ന കാര്യമായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് ആഗ്രഹമുണ്ട് പഠിക്കണം. അപ്പോൾ അസുഖമൊക്കെ ഭേദമായി നല്ല വസ്ത്രവും ഭക്ഷണവും ഒക്കെ കിട്ടിയപ്പോൾ അതിൻ്റെ അടുത്ത ആഗ്രഹം സ്കൂളിൽ പോകണമെന്നായിരുന്നു. അപ്പോൾ നല്ലൊരു DYSPക്കായിരുന്നു അതിൻ്റെ അന്വേഷണ ചുമതല കൊടുത്തിരുന്നത്, ശ്രീ ബിജു അലക്സാണ്ടർ. ബിജു അലക്സാണ്ടറിന് ഈ കുട്ടിക്ക് ഭയങ്കര ഒരു സ്വന്തം അച്ഛനെ പോലെയോ അല്ലെങ്കിൽ മൂത്ത ചേട്ടനെ പോലെയോ ഉള്ളൊരു സ്നേഹവുമായിരുന്നു. കാരണം എന്ത് വിശ്വസിച്ച് പറയാം, എല്ലാ കാര്യവും എനിക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ള മട്ടിൽ അത് വളരെ നല്ല രീതിയിൽ DYSPയെ കുറിച്ച് പറഞ്ഞതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് ഹൈക്കോടതി വരെ മോണിറ്റർ ചെയ്തിരുന്ന കേസാണ്. അപ്പോൾ 2 പ്രാവശ്യം ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് ഈ മോളെ കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ഹൈക്കോടതി പോയി. അപ്പോൾ ഹൈക്കോടതി കൊണ്ടുപോകാനായിട്ട് പോയപ്പോൾ ഈ കുട്ടി ഇടാൻ വേഷമില്ലായിരുന്നു. അപ്പോൾ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുപോകുമല്ലേ, അപ്പം എനിക്ക് ഈ കുട്ടിക്ക് നല്ല വേഷം എടുക്കണം, മോളെ ഉള്ള വേഷം നല്ലത് നോക്കി എടുക്കുന്നത്. എല്ലാം അഴുക്കാവുന്നു, ചിലതിനകത്ത് കീറുമ്പോൾ എപ്പോഴും കാണുമ്പോൾ ഇടുന്ന ഒരു കറുത്ത ഒരു ചുരിദാറുണ്ട് അതിടുമ്പോൾ അതിന് നല്ല ഭംഗിയാണ് കാണാൻ, പക്ഷെ നല്ലപോലെ മുഷിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ കൊണ്ട് ആദ്യം ഒരു കടയിൽ പോയി ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത്, ചെരുപ്പ് പൊട്ടിയിരുന്നു, അത് നല്ല ചെരുപ്പുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നല്ലപോലെയൊക്കെ നീറ്റാക്കിയ ശേഷമാണ് അതിനെ ജഡ്ജിയുടെ അടുത്ത് കൊണ്ടുപോയത്. അപ്പോൾ ജഡ്ജിമാരെ കുറേ നേരം എന്നെ വെളിയിൽ നിർത്തിയിട്ട് ആ കുട്ടിയുമായിട്ട് സംസാരിച്ചു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്ന് തോന്നുന്നു. വളരെ സീരിയസ് ആയിട്ട് അന്വേഷിച്ച പോലീസ് ടീമിന് ഹൈക്കോടതിയിൽ നിന്ന് വളരെ നല്ല പ്രശംസനീയമായിട്ടുള്ള 2-3 ജഡ്ജ്മെൻ്റ് ഉണ്ടായി. വളരെ നല്ല രീതിയിൽ പോലീസിനകത്ത് ഇടപെട്ടു എന്നും പ്രത്യേകിച്ച് എന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ജഡ്ജി എനിക്ക് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. വേറെ ഒരു ജഡ്ജിയും ഇതിനെക്കുറിച്ച് വേറൊരു കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നല്ല ഒരു സംതൃപ്തി തന്ന ഒരു സംഭവമായിരുന്നു. ഈ കുട്ടി നല്ലപോലെ റിക്കവർ ചെയ്തു. ഞങ്ങൾ ഇതിന് നല്ലപോലെ കൗൺസിലിംഗ് കൊടുത്തു, സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. നല്ല സ്ട്രോങ് കുട്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അതിൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ പറയും, അപ്പം അത് പറയും, ആൻറ്റി എനിക്ക് IPS ആവണം, ഞാൻ നന്നായിട്ട് പഠിക്കും, ഞാൻ മിടിക്കുകയാണ്, എനിക്ക് IPS ആവണം, ഞാൻ IPS ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പറയും പഠിക്കാവുന്ന അത്രയും പഠിക്കും, ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തിനാ IPS ആവുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത്രയും പേരെ തല്ലണം. അതിനേക്കാളും അതിൻ്റെ ഏറ്റവും വലിയ ദേഷ്യം അതിൻ്റെ അച്ഛനോടാണ്. അപ്പോൾ അച്ഛനെ ഒരിക്കലും കോടതിയിൽ നിന്ന് വിടരുത്, ജയിലിൽ നിന്ന് വിടരുത്, ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കണേ, ദയവേത് പരോള് പോലും കൊടുക്കല്ലേ എന്നുള്ള മട്ടിൽ പറയും. കാരണം അച്ഛൻ എപ്പോഴെങ്കിലും പരോളുമായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ജീവൻ വരെ അപായത്തിലാവും എന്നുള്ളൊരു പേടി അതിനുണ്ടായിരുന്നു. ആകെ പേടി എന്ന് പറയുന്നത് സ്വന്തം പിതാവിനെയായിരുന്നു. ഞാൻ എറണാകുളത്ത് നിന്ന് പോയ ശേഷവും കുറേ നാള് എറണാകുളത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഈ കുട്ടിയെ പോയി കാണുകയും അതുമായിട്ട് സംസാരിക്കുകയും കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാക്കനാടുള്ള അവർ തന്നെ പറയുമായിരുന്നു, 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. പക്ഷേ 18 വയസ്സ് കഴിഞ്ഞിട്ടും ഗവൺമെൻറ് പ്രത്യേകം ഓർഡർ വാങ്ങിച്ചിട്ട് ഞാൻ ആ കുട്ടിയെ അവിടെ 1 വർഷവും കൂടെ നിൽക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ 10-ാം ക്ലാസ് പാസ്സായി, നല്ല മാർക്കോട് കൂടി +2 പാസ്സായി. 74-76% മാർക്ക് ഉണ്ടായിരുന്നു. ഗ്രാജുവേഷന് ചേർന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അതിനൊരു സർക്കാർ ജോലിയും കിട്ടി. 18 വയസ്സാകുമ്പോൾ ഒരു ജോലി കിട്ടുമല്ലോ. അതിനുശേഷം പിന്നെ ഈ കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അച്ഛന് ജീവപര്യന്തം തടവാണ്.
ഒരു കേസിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് പല കേസുകളിൽ 7 വർഷം വെച്ച് തടവ് ശിക്ഷിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അയാൾ പുറത്തിറങ്ങില്ല. അതിൻ്റെ അമ്മ പക്ഷേ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ അനിയൻ ആൻറ്റിയുടെ കൂടെ, ആ താത്ത എന്ന് പറയുന്ന ലേഡിയുടെ കൂടെ തന്നെ നിന്ന് പഠിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പയ്യനും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതുപോലെ ഇനിയും എന്തുമാത്രം കേസുകൾ നടക്കുന്നുണ്ടാവും ഇപ്പോഴും. ഈ കുഞ്ഞുങ്ങളോടുള്ള ഒരു ആസക്തി എന്ന് പറയുന്നത് മനുഷ്യർക്ക് എന്ന് തീരും? ഈ മിത്തെന്ന് പറയുന്നത് എന്താണ്? ഈ പ്രായപൂർത്തിയാവാത്ത പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എൻ്റെ അസുഖം മാറും എന്നുള്ള മിത്ത് അവർക്ക് അറിഞ്ഞുകൂടെ? കണ്ടാൽ തന്നെ ഈ കുഞ്ഞ് വർഷങ്ങളായിട്ടല്ലേ എത്രയോ ആളുകൾ ചേർന്ന് പീഡിപ്പിച്ച കുട്ടിയാണ് ഇത് എന്നുള്ളത് അതിനെ കണ്ടാൽ മനസ്സിലാവില്ല. അതുമായിട്ടൊരു അസുഖമുള്ള ഒരു ലൈംഗിക അസുഖം ബാധിച്ച ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഇൻഫെക്ഷൻ പുരുഷനും വരും എന്നുള്ള കാര്യവും അയാൾക്ക് അറിയില്ലേ? പലരും ഇങ്ങനെ ഒരു വാണിജ്യ വസ്തുവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ പ്രായപൂർത്തി ആയിട്ടില്ല, നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് ചുമ്മാ കയറി ഉപദ്രവിക്കുമോ? എന്തൊരു മനുഷ്യരായത്? അപ്പം നമ്മൾ എന്തുവാണ് ഈ മൃഗീയം എന്ന് പറയുന്നത്? മൃഗങ്ങളൊന്നും ഇത് ചെയ്യില്ല. മൃഗീയം എന്നുള്ള വാക്ക് കേട്ട് മൃഗങ്ങൾ തന്നെ പുച്ഛിച്ച് ചിരിക്കുന്നുണ്ടാവും. അവർ മൃഗങ്ങളൊട്ടും ചെയ്യാത്ത കാര്യങ്ങളാണ് മനുഷ്യന്മാർ ചെയ്യുന്നത്. അത് നമ്മുടെയൊക്കെ കണ്ണ് ശരിക്കും തുറപ്പിക്കണം. ഇതുപോലുള്ള കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് നിങ്ങളെ അറിയിക്കാൻ. ഈ കുഞ്ഞ് ഇതെല്ലാം തരണം ചെയ്ത് മിടുക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. IPS എന്നുള്ള സ്വപ്നം ഇപ്പോഴും അതിനുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അത് പരീക്ഷ 1-2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിലെങ്കിലും ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള നല്ലൊരു മനസ്സിൻ്റെ നല്ലൊരു ബുദ്ധിയുടെയും ഉടമയാണ് ഈ കുട്ടി. അപ്പോൾ അതുകൊണ്ട് അതിന് തീർച്ചയായിട്ടും നല്ലതേ വരികയുള്ളൂ. ഇതുപോലെ ദ്രോഹം ചെയ്ത എല്ലാവരും ഇപ്പോൾ മിക്കവാറും എല്ലാവരും ജയിലിലുണ്ട്. എനിക്കറിയാം, ഞാൻ ജയിൽ DGP ആയിരുന്നത് കൊണ്ട് പലരും ജയിലിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും പരോള് പോലും കിട്ടിയിട്ടുമില്ല. സസ്നേഹം, ശ്രീലേഖ.